വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകളാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നതാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ 3 പ്രത്യേകതകളാണ് നോക്കിയത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതി, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇനി വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടിയാണ്. ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്ത് അതായത് രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഓർക്ക് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടി, ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ, ഇത് കമ്മീഷൻ ചെയ്തത് 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനി അദാനി ഗ്രൂപ്പാണ്. ഇനി 2023 ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ പേര് ഷെൻഹുവ 15 ആണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേര് ഷെൻഹുവ 15 ആണ്. 2023 എത്തിയത്. ഇനി രണ്ടാമതെത്തിയ കപ്പൽ ഷെൻഹുവ 29 ആണ്. ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ അല്ലെങ്കിൽ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്. 2024 എത്തിയത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 2023 രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ 29. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് അല്ലെങ്കിൽ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ 2024 ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ K നായരാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ദിവ്യ S അയ്യറാണെന്ന് ഓർക്കുക. അടുത്ത പോയിന്റ്, വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിലടുപ്പിച്ചു. അവയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ടൈഗർ, സുജിൻ, സോമിൻ തുടങ്ങിയ കപ്പലുകൾ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിലടുപ്പിച്ചു. അവയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ടൈഗർ, സുജിൻ, സോമിൻ എന്നീ കപ്പലുകൾ. അടുത്ത പോയിന്റ്, കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ MSC വിവിയാന. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ MSC വിവിയാനയാണ്. ഇനി 2025 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ MSC തുർക്കിയാണ്. 2025 ഏപ്രിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ MSC തുർക്കിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് 2023 ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്, വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. അത് ഷെൻഹുവ 15 ആയിരുന്നു 2023. രണ്ടാമത് വന്ന കപ്പൽ ഷെൻഹുവ 29. ആദ്യത്തെ മദർഷിപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ്. 2024 ഇനി വിഴിഞ്ഞം തുറമുഖം വന്നതിലൂടെയുള്ള ഗുണങ്ങൾ നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കരുത്ത് പകരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, സമുദ്ര വ്യാപാരം ശക്തിപ്പെടും, ട്രാൻസ്ഷിപ്മെൻറ്റിന് വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല, മറ്റ് തുറമുഖങ്ങളിലെ തിരക്ക് കുറയും, ചരക്ക് നീക്കച്ചെലവ് വൻതോതിൽ കുറയും. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതിലൂടെയുള്ള ഗുണങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, സമുദ്ര വ്യാപാരം ശക്തിപ്പെടും, ട്രാൻസ്ഷിപ്മെൻറ്റിന് വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല, മറ്റ് തുറമുഖങ്ങളിലെ തിരക്ക് കുറയും, ചരക്ക് നീക്കച്ചെലവ് വൻതോതിൽ കുറയും തുടങ്ങിയവയാണ്. അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും ഇതൊരു റിവിഷനായി കണ്ട് ഓർത്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്